ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. ചെമ്പല്ലിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. അതിനെ നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കിയാലോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. കേടാവാതെ 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. 2 വലുപ്പമുള്ള ചെമ്പല്ലിയാണ് എടുത്തിരിക്കുന്നത്. തവ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടണം. എന്നാലേ നമ്മുടെ കറി കേടാകാതെയൊക്കെ ഇരിക്കത്തുള്ളൂ. ഇനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി വലിയൊരു സ്പൂൺ മുളക് പൊടിയും കൂടി എടുക്കാം. ഈ 3 പൊടികളാണ് നമുക്ക് വേണ്ടത്. അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം പറ്റി നന്നായിട്ട് ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തേലും ചാറാണ് നമുക്ക് വേണ്ടത്, അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച കുടംപുളി ഒരു 4-5 കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന മൺചട്ടി വെച്ച് അതിനകത്തേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന മീൻ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നേരത്തെ വെള്ളമൊക്കെ ഉണ്ട്. മീൻ കഷ്ണമെല്ലാം ഇട്ട് കൊടുത്ത് അല്പം കറിവേപ്പിലയൊക്കെ നമുക്കതിൻ്റെ മുകളിൽ കൂടി വിതറി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മീൻ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ ഇപ്പോൾ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കൊഴുപ്പോട് കൂടിയ ചാറുമുണ്ട്. എല്ലാം ഓക്കെയാണ്. മീനൊക്കെ വെന്ത് എല്ലാം റെഡിയായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില തണ്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കോട്ടയം സ്റ്റൈലിലുള്ള അടിപൊളി മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻസ് ഇടാനും ലൈക്ക് അടിക്കാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.